നമ്മുടെ വീടിൻ്റെ പണി ഏകദേശം ഇത്രത്തോളമൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ വർക്കൊക്കെ ഏകദേശം ചെയ്ത് കഴിഞ്ഞു. പൈപ്പ് ലൈനൊക്കെ ഇട്ടു. അതെല്ലാം ഇനി തേച്ചാൽ മതി. പൈപ്പും എല്ലാം ഇട്ട് ബോക്സും എല്ലാം പിടിപ്പിച്ച് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബോക്സ് എല്ലാം തേച്ച് അതെല്ലാം തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പേപ്പറെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് മിസ്ത്രിമാർക്ക് തേച്ചാൽ മതി. അതുപോലെ തന്നെ സീലിങ്ങിലുള്ള ലൈറ്റുകൾ, പർഗോളയിലുള്ള ലൈറ്റുകൾ, ഇതെല്ലാം നമ്മൾ തെളിച്ചെല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏകദേശം കംപ്ലീറ്റ് പണി നമ്മുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് തേപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്ലംബിങ്ങിൻ്റെ കുറച്ച് വർക്കുകളാണ്. അതിനുവേണ്ടി നമ്മുടെ ഒരു ബാത്റൂം ഇതാണ്. ഇതിൻ്റെ പ്ലംബിങ്ങിൻ്റെ വെട്ടാൻ വേണ്ടിയുള്ള ഇതാണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. പൈപ്പ് ലൈൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇതിനി കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്താണ് നമ്മളത് ചിപ്പ് ചെയ്ത് കളഞ്ഞുകൊണ്ട് പൈപ്പ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇത്. മെഷീൻ ഉപയോഗിച്ച് വെട്ടുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കും. അതുകൊണ്ടത് വെട്ടിക്കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പം കട്ടർ ഉപയോഗിച്ച് നമ്മൾ ഫുള്ള് ഭിത്തി വെട്ടിക്കഴിഞ്ഞു. ഇത് ബ്രേക്കർ ഉപയോഗിച്ച് ഇടിച്ച് കളയുക എന്നുള്ളതാണ്. വേസ്റ്റിൻ്റെ പൈപ്പ് ലൈൻ പോകാനുള്ളത്. സൈഡിലോട്ട് പച്ചവെള്ളം, ചൂടുവെള്ളം എന്നിവയുടെയൊക്കെ പൈപ്പ് ലൈനാണ്. ഹീറ്റർ പിടിപ്പിക്കാനുള്ളത്, അതുപോലെ തന്നെ ഷവർ പിടിപ്പിക്കാനുള്ളത്. ഇതിൻ്റെ എല്ലാമാണ് ഇപ്പം വെട്ടിയിരിക്കുന്നത്. ഇതെല്ലാം ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പൈപ്പെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. നമ്മൾ ഭിത്തിയെല്ലാം വെട്ടി പൈപ്പ് ലൈനെല്ലാം ഇട്ടിട്ടുണ്ട്. 4 ഇഞ്ച് പൈപ്പ്, 2 ഇഞ്ച് പൈപ്പ് വേസ്റ്റിൻ്റെ വെള്ളം പോകാനുള്ളത്, അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ, അതുപോലെ തന്നെ ടാപ്പുകളുടെ കണക്ഷന്, ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് പൈപ്പ് നമ്മളിപ്പം ഒരു സിമെൻറ്റൊക്കെ ഇട്ടാണ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് ഞാനൊക്കെ ഒന്നും സംഭവിച്ച് മാറാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഇതാണ് വാഷ് ബേസിൻ്റെ പൈപ്പാണ്. എല്ലാം തന്നെ വെട്ടിയിട്ടിട്ടുണ്ട്. ഇതിനി നമ്മൾ തേച്ച് ഫിനിഷ് ചെയ്ത് മണ്ണൊക്കെ ഇട്ട് മൂടി എല്ലാം വൃത്തിയാക്കി കൊടുക്കും. അപ്പോൾ ഇതാണ് ബാത്റൂം കൺസീൽ ചെയ്യുമ്പോഴുള്ള പൈപ്പ് ലൈൻ വരുന്നത്. ഇതിപ്പം നമ്മൾ തറയിലെല്ലാം മൂടിയിട്ടുണ്ട്. മണ്ണെല്ലാം ഇട്ട് മൂടി ഈ 4 ഇഞ്ച് പൈപ്പ് മാത്രം മുകളിലേക്ക് പൊക്കി നിർത്തിയിട്ടുണ്ട്. അത് നമ്മളൊരു ചാക്കൊക്കെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ആവശ്യം. അതുപോലെ തന്നെ ഇപ്പം 4 ഇഞ്ച് പൈപ്പ്, CPVC പൈപ്പ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി തേച്ച് നല്ലപോലെ ഫിനിഷ് ചെയ്ത് നമ്മൾ ലൈൻ ചാർജ് ചെയ്തിടും. എന്ന് വെച്ചാൽ ടൈലൊക്കെ ഒട്ടിക്കുമ്പോൾ കംപ്ലൈൻ്റ് ഒന്നും വന്ന് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി. മിക്സർ ടാപ്പിനുള്ളതാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രാപ്പിൻ്റെ 4 ഇഞ്ച് പൈപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് മൊത്തം തേച്ച് ഫിനിഷ് ചെയ്യണം. തേച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ഇതിപ്പം മൊത്തം തേച്ച് ഫിനിഷിങ് കഴിഞ്ഞ ഒരു ബാത്റൂമാണിത്. ഫുള്ള് തേച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പം ടൈലൊട്ടിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യുക എന്ന് തുടങ്ങിയ പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ബാത്റൂം ഇതായിരുന്നു. 2 ബാത്റൂമാണുള്ളത്. ഒന്ന് സെക്കൻഡ്, രണ്ടാമതൊരു ബാത്റൂമും ഉണ്ട്. അതിൻ്റെ വീഡിയോ കൂടെ കാണിക്കാം. അതും സെയിം ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ സെക്കൻഡ് ബാത്റൂം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എല്ലാം വരുന്നത്. ഇതും മുഴുവൻ വെട്ടി കൺസീലെല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ടൈലിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും